ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. വൺ ഡേ ട്രിപ്പിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൽ ഭീമപ്പള്ളിയും തിരുവനന്തപുരത്തെ വിഴിഞ്ഞം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ തക്കലപ്പള്ളിയിലേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ സ്ഥലം കളിക്കാവില്ലേ, തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവർക്കൊന്നും വേണ്ടേ ചായ കുടിക്കണ്ടേ? അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അണ്ണാ ചായ ഉണ്ടോ? കോഫി ഉണ്ടോ? അപ്പോൾ ഒരു കോഫി താ. ഇവിടുത്തെ കേക്ക്, ഉള്ളിവട, ഉഴുന്നുവട, മുളക് ബജി. ഹൈറിന് എന്ത് വേണം? എന്ത് വേണം? താഴത്തോട്ട് ഇരിക്കും. ഹൈറിന് എന്ത് വേണം? എന്തിനുണ്ട് കള്ളി? എവിടെ പോണ? എവിടെ പോണ? പള്ളി പോണ? പള്ളി പോണ? പള്ളി പോണ? പള്ളി പോണ? പള്ളി പോണ? പള്ളി പോണ? രാവിലെ ഒരു വക കഴിക്കാതെ തന്നെ ഇറങ്ങിയത്. പുസ്തകമെല്ലാം കഴിച്ചായിരുന്നാ? അത് കഴിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. എന്തൊരു വട വല്ലതും വേണോ? ബജ്ജിയാ അണ്ണാ? ഒരു മുളക് ബജ്ജി ഇടണ. ആ, മുളക് ബജ്ജി ഉണ്ട്, മോദകം, ഉഴുന്നുവട, ഉള്ളിവട, എന്ത് വേണം? വട വേണോ? പാലേ ഒന്ന് തണുപ്പിച്ച് തരണേണ്ണ, കൊച്ചിന് എടുക്കാനാണ്. അപ്പോൾ ഞാനൊരു കോഫി പറഞ്ഞിട്ടുണ്ട്, കൊച്ചിനൊരു ഹൈറിന് ഒരു ഗ്ലാസ് പാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാല് മേടിച്ച് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞാനൊരു കോഫിയാണ് പറഞ്ഞത്, അത് നമ്മുടെ ഫിൽട്ടർ കോഫിയാണ്, അതെനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കോഫി പറഞ്ഞത്. എന്തായാലും നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൈറൂന് കൊടുക്കാനുള്ള ഫുഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിസ്ക്കറ്റും പാലുമാണ് ഹൈറൂന് കൊടുക്കുന്നത്. ഹൈറു ഉറക്കത്തിൽ നിന്നൊക്കെ ലെവൽ വിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കളിയും ചിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഡാൻസാടെ. കളിക്കും. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. റോസ് മിൽക്ക് കണ്ടിട്ടുണ്ട്, ഒരു റോസ് മിൽക്ക് ഞാൻ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ആ ഒരു റോസ് മിൽക്ക് മാത്രം മതി നമ്മുടെ വയറല്ലെന്ന് പറയാൻ. അണ്ണാ റോസ് മിൽക്ക് കൊള്ളാം കേട്ടാ. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ്. എവിടെ പോണായിരുന്നു? എവിടെ പോണ? ശക്തമായ മഴ തമിഴ്നാട്ടിലും കിട്ടിയതിൻ്റെ സൂചനയാണ് നമ്മുടെ ഈ പുഴകളും ഒക്കെ നിറഞ്ഞു കവിയുന്നത്. ഹൈറു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ ഹൈറു ആക്റ്റീവായിട്ട് ഡാൻസൊക്കെ കളിക്കുകയാണ് അവരെ കൂടെ നിന്നിട്ട്. നമ്മൾ തക്കലപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഇട സൈഡിൽ കാണുന്നതാണ് തക്കലപ്പള്ളി. അപ്പോൾ നമ്മൾ ടീം മെമ്പേഴ്സ് എല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങി പള്ളിക്കുള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി, തക്കലപ്പള്ളിയിൽ എത്തിയല്ലേ ഹൈറു? തക്കലപ്പള്ളി എൻ്റെ ബേക്കിലാണുള്ളതാണ് തക്കലപ്പള്ളി. തക്കലപ്പള്ളിയിലെ മുൻഭാഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. തക്കലപ്പള്ളിക്കുള്ളിലേക്ക്, മക്കബറയ്ക്കുള്ളിലേക്ക് കടക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളെ കണ്ടത്. ഈ കാണുന്ന കണ്ണാടിക്കൂടിന് അപ്പുറത്താണ് മഖാമുള്ളത്. നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. എന്നാലും പരിസര പ്രദേശത്തുള്ള ഖബറാളികളെയൊക്കെ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. പ്രധാനപ്പെട്ട മഖാം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല.
ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത അവിടെയാണ് നമ്മുടെ മക്കാമുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ഇതിന് മേൽക്കൂരയില്ല. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് മഴ പെയ്താലും ഖബറിൽ വെള്ളം വീഴില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ കേട്ട അറിവാണ്. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് പറഞ്ഞതാണ്. എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളത് നേരിട്ട് അനുഭവപ്പെട്ടിട്ടും ഇല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ തക്കല പള്ളിയിലാണുള്ളത്. ഇവിടെ വെച്ച് ഈ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇനി ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ തക്കല പള്ളിയിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇവിടെ ആകുമ്പം കഴിക്കാനൊക്കെ പറ്റിയ ഷെഡുണ്ട്. ഇവിടെ ഈ കാണുന്ന ഷെഡിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ തക്കല പള്ളിയിൽ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവരുടെ ഫുഡൊക്കെ അവരെടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും 3 പേർക്കുള്ള പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി അത് എടുക്കുകയാണ്. മറ്റുള്ള ടീമുകളൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ ഓരോരുത്തർ കൈയൊക്കെ കഴുകിയിട്ട് അവരുടെ ഫുഡൊക്കെ അവർ കൊണ്ടുവന്ന് കഴിക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. നമ്മൾ ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നുകൊണ്ട് കൊള്ളാം. വെള്ളം വേണ്ട, അത് തന്നെ വെള്ളം. നമ്മളൊരു 5 ലിറ്ററിൻ്റെ വെള്ളം മേടിച്ചിട്ടുണ്ട്. കുടിക്കാനൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. കൈ കഴുകാനൊക്കെ അപ്പുറത്ത് പൈപ്പുണ്ട്, നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇനി നമ്മുടെ ഫുഡിൽ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം. വാഴയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്കുള്ള 3 പൊതിയാണ്. പൊതിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? മുട്ട, ചമ്മന്തി, മുളക്. ഇതെൻ്റെതാ. എനിക്ക് ചെറുത് മതി. ചെറുതിൽ മീൻ പൊരിച്ചതാ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുത്താൽ പോരെ. നമ്മുടെ പൊതിയിൽ മുട്ടയും ചമ്മന്തി മുളകും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചിക്കൻ കറിയും അച്ചാറൊക്കെ നമുക്ക് അവർ കടന്നതാണ്. താത്ത അടുത്ത കറിയെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഉള്ളത് തന്നെ തിന്നാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹൈറൂന് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറി, മീൻ പൊരിച്ചത്, മുട്ട എല്ലാം ഉണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഹൈറൂന് ചാർജായി. ഒരു മുരിങ്ങക്ക കൈ ഇരിപ്പുണ്ട്, അതും കൊണ്ട് ഓടുകയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഹൈറൂൻ്റെ വലത്തെ കയ്യിൽ ഒരു മുരിങ്ങക്കഷ്ണം ഇരിക്കുന്നത്. പൂച്ചേനെ കണ്ടിട്ട് അതിൻ്റെ പിറകെ പായുള്ള പരിപാടിയാണ്. ചിക്കൻ കറി, മീൻ പൊരിച്ചത്, മുട്ട, അച്ചാറ്, ചമ്മന്തി. സൂപ്പർ. ഹൈറു പൂച്ചേനെ കണ്ട് പൂച്ചയുടെ ഇറങ്ങിയ പോയി. ഉമ്മച്ചി ഹൈറൂൻ്റെ ഇറങ്ങിയാൻ പോയി. നമ്മൾ 3 പേരും ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഹൈറൂൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ കൂടെ വന്നൊരു മാമ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കൊടുത്ത സാധനം കൈ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. മുരിങ്ങക്ക. ഹൈറൂനോടുള്ള ഉത്തരവാദിത്തം ഇപ്പോൾ 2 പേരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ തക്കല പള്ളിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് എവിടെയാണ് ഹൈറു? ഇനി നമ്മൾ പോകുന്നത് ആറ്റിങ്കര പള്ളിയിലാണ് നമ്മളിനി പോകുന്നത്. നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ആറ്റിങ്കര പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാനുള്ള പരിപാടിയാണ് അടുത്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വൺ ഡേ ട്രിപ്പിൻ്റെ 3ാമത്തെ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.